എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൾഫ് നാടുകൾ ഇന്ന് സമ്പന്നമായിരിക്കുന്നത് പ്രധാനമായും എണ്ണയെ ആശ്രയിച്ചാണ്. എണ്ണയില്ലാത്ത നാളുകൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും. ഇവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ പ്രസക്തി. എണ്ണ ഉപയോഗം കുറക്കണം എന്നത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഭൂമിയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ ഇങ്ങനെയാണ്. പുറംപാളികൾ. ആദ്യത്തേത് ഭൂവൽക്കം. നമ്മൾ ജീവിക്കുന്ന ഏറ്റവും പുറമേയുള്ള കട്ടിയുള്ള പാളിയാണ് ഇത്. കരയിൽ ഭൂവൽക്കത്തിന്റെ കനം 30 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. സമുദ്രത്തിനടിയിൽ 5 മുതൽ 10 കിലോമീറ്റർ വരെ മാത്രം ഗ്രാനൈറ്റ്, ബസൽട്ട് പോലെയുള്ള പാറകളാണ്. രണ്ടാമതായി മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയാണ് ഇത്. കട്ടിയുള്ളതാണെങ്കിലും ചൂട് കാരണം പതുക്കെ ഒഴുകുന്ന സിലിക്കേറ്റ് പാറകളാണിവ. അഗ്നിപർവ്വത ലാവ പുറത്തേക്ക് വരുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും മൂല്യമേറിയതും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മൂന്നാമതായി കാമ്പ്, ബാഹ്യ കാമ്പ് എന്ന് പറയും. 2220 കിലോമീറ്റർ കനത്തിൽ ദ്രാവകാവസ്ഥയിലുള്ള ഇരുമ്പ്, നിക്കൽ, ഭൂമിയുടെ കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഇവിടെയുള്ള ഒഴുക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്തതാണ് അന്തർകാമ്പ്. ഇത് 1220 കിലോമീറ്റർ വ്യാസത്തിൽ ഖരാവസ്ഥയിലുള്ള ഇരുമ്പ്, നിക്കൽ തുടങ്ങിയവ ചേർന്നാണ് ഇത്. സൂര്യന്റെ ഉപരിതലത്തോളം ചൂട് ഇവിടെ ഉണ്ടാകുന്നു. ഏകദേശം 5200 ഡിഗ്രി സൂര്യനോളം ചൂട് ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ജലമണ്ഡലം. ഭൂമിയുടെ 71% സമുദ്രങ്ങൾ, നദികൾ, ഭൂഗർഭജലം ഒക്കെയാണ്. ഇനിയുള്ളതാണെങ്കിൽ അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ നൈട്രജൻ 78%, ഓക്സിജൻ 21%. പ്രധാന വാതക പാളികളാണിവ. ഇനിയുള്ളത് ജൈവമണ്ഡലമാണ്. നാം ഉൾപ്പെടെ ജീവിക്കുന്ന മേഖലയാണ്. മൊത്തം നോക്കിയാൽ ഭൂമി ഒരു ഉള്ളിയുടെ രൂപത്തിലാണ്. കട്ടിയുള്ള തോട്, കുഴമ്പ് പോലത്തെ മധ്യഭാഗം, ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും ആയ ഇരുമ്പ് കാമ്പ് എന്നിങ്ങനെയാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ കുഴിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളാണ്: സാമ്പത്തികം, സാമൂഹികം, പരിസ്ഥിതി. അത് നമുക്ക് പരിസ്ഥിതിയെ കുറിച്ച് നോക്കാം. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ: എണ്ണച്ചോർച്ച. കടലിലും കരയിലും പൈപ്പ് ലൈൻ പൊട്ടിയുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ കൊണ്ടോ എണ്ണച്ചോർച്ച ഉണ്ടാകുന്നു. മത്സ്യങ്ങൾ, പക്ഷികൾ, കണ്ടൽക്കാടുകൾ എല്ലാം നശിച്ചു പോകും. ഡീപ്പ് വാട്ടർ ഹൊറൈസൺ പോലുള്ള വലിയ അപകടങ്ങൾ വർഷങ്ങളോളം ആവാസ വ്യവസ്ഥയെ ബാധിക്കും. വായു മലിനീകരണം. കുഴിച്ചെടുക്കുന്നിടത്തും റിഫൈനറികളിലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. ഇത് ശരിയായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ ഭൂമി താഴൽ, ഭൂകമ്പം. അമിതമായി എണ്ണയും വാതകങ്ങളും എടുക്കുമ്പോൾ താഴെയുള്ള പാറകളിലെ മർദ്ദം കുറഞ്ഞ് ഭൂമി താഴും. മലിനജലം തിരിച്ച് ഭൂമിക്കടിയിലേക്ക് കുത്തിവെക്കുന്നത് ചെറിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നു. ആവാസ വ്യവസ്ഥയുടെ നാശം. കാടുകളും തണ്ണീർത്തടങ്ങളും വെട്ടിത്തെളിച്ച് റിഗും റോഡുകളും ഉണ്ടാക്കുമ്പോൾ ജീവികളുടെ വാസസ്ഥലം നഷ്ടപ്പെടും. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. നമ്മൾ മനുഷ്യർ തന്നെ ഇതൊക്കെ സഹിക്കണം. റിഗിനടുത്ത് താമസിക്കുന്നവർക്ക് ബെൻസിൻ പോലെയുള്ള വാതകങ്ങൾ ശ്വസിച്ച് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നു. ക്യാൻസറിന് വരെ സാധ്യത കൂടും. ശബ്ദ പ്രകാശ മലിനീകരണങ്ങൾ വേറെയും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റിഗുകളിലെ ശബ്ദവും ഗ്യാസും കത്തിക്കുന്ന തീജ്വാലയും അടുത്ത ജനജീവിതത്തെ സാരമായി ബാധിക്കും. തദ്ദേശീയമായുള്ള സംഘർഷം. പലപ്പോഴും എണ്ണപ്പാടങ്ങൾ ആദിവാസികൾ ജീവിക്കുന്ന മേഖലകളിലാണ്. അവരുടെ സമ്മതമില്ലാതെ കുഴിക്കുമ്പോൾ ഭൂമി നഷ്ടപ്പെടുകയും സംസ്കാരം തകരുകയും ചെയ്യുന്നു. പിന്നീട് ഉണ്ടാകുന്ന ലോകം മൊത്തം നിശ്ചലമാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. എണ്ണ തീർന്നു പോകും. എണ്ണ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവമാണ്. ഒരു കിണർ ഏകദേശം 15 മുതൽ 30 വർഷം കൊണ്ട് വറ്റും. ഒരു എണ്ണക്കിണർ വൃത്തിയാക്കാൻ ചെലവ് വളരെ വലുതാണ്. ശരിയായ രീതിയിൽ എണ്ണക്കിണർ അടച്ചില്ലെങ്കിൽ മീഥേൻ ചോർച്ചയ്ക്ക് കാരണമാകും. ഇത് അടക്കുന്ന കമ്പനികൾക്ക് വലിയ ചിലവാണ്. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എണ്ണവില കൂടുമ്പോഴും കുറയുമ്പോഴും തകരാറിലാകുന്നു. ചുരുക്കത്തിൽ എണ്ണ നമുക്ക് ഊർജം തരുന്നു. കുഴിച്ചെടുക്കുന്ന മുതൽ കത്തിക്കുന്നത് വരെ ഭൂമിക്കും വായുവിനും ജലത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുന്നു. നമുക്ക് കിട്ടിയ ഭൂമിയെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ പിന്മുറക്കാരായ അവകാശികൾക്ക് പ്രശാന്ത സുന്ദരമായ ഭൂമി കൈമാറാനാകും. ഇവിടെ തീരുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.